ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഒരു ഡബ്ബിംഗ് ചിത്രം ഉൾപ്പെടെ ആകെ 4 ചിത്രങ്ങളാണ് 94 ജൂണിൽ പുറത്തിറങ്ങിയത്. അന്യഭാഷാ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്ത 94 ജൂണിൽ ഏതൊക്കെയാണ് ചിത്രങ്ങൾ റിലീസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 94 ജൂണിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ജൂൺ 24 തിയേറ്ററുകളിലെത്തിയ ഗാന്ധീവം. പൊൻസീതൈ ഫിലിംസിന്റെ ബാനറിൽ PM പാണ്ഡ്യൻ നിർമ്മിച്ച ഈ ചിത്രം ഉമാ ബാലനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, സീത, ഇന്ദു, പ്രതാപചന്ദ്രൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സാബ് ജോൺ കഥാ സംഭാഷണം ഒരുക്കിയ ഗാന്ധീവം പ്രേക്ഷകരെ വേണ്ട രീതിയിൽ ത്രില്ലടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. A.T. ഉമറായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ജൂണിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂൺ 24 തിയേറ്ററുകളിലെത്തിയ മുകേഷ് നായകനായി എത്തിയ മലപ്പുറം ഹാജി മഹാനായ ജോജി. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ഹൈ ക്ലാസ് കോമഡി ചിത്രം മുകേഷിന്റെ കരിയറിൽ നല്ലൊരു ബ്രേക്കായിരുന്നു സമ്മാനിച്ചത്. മുകേഷിനെ കൂടാതെ സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ എന്നിവരുടെ തകർപ്പൻ കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരേപോലെ സംതൃപ്തി നൽകി മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. മുകേഷ് അവതരിപ്പിച്ച ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയും സിദ്ദിഖ് അവതരിപ്പിച്ച കോയ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടിയും അക്കാലത്ത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളായിരുന്നു. മാധു നായികയെത്തിയ ഈ ചിത്രത്തിൽ മധു, നരേന്ദ്രപ്രസാദ്, മീര, ഉഷ, കരമന ജനാർദ്ദൻ നായർ, റിസബാവ, ശാന്താദേവി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ബാബുജി നായരുടെ കഥയ്ക്ക് സംവിധായകനായ തുളസീദാസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാബുവും നജീബും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും മിനിമം 25 ദിവസം കംപ്ലീറ്റ് ചെയ്ത ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 75 ദിവസം കംപ്ലീറ്റ് ചെയ്താണ് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയത്. ജോൺസൺ ആയിരുന്നു ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ജൂണിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂൺ 24 തന്നെ തിയേറ്ററുകളിലെത്തിയ ചാണക്യസൂത്രങ്ങൾ. 6 വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കി ഡിലേഡ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണുവായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മേനക, ലിസി, ഇന്നസെന്റ്, ശങ്കരാടി തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം സോമശേഖരനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഏറെ വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ യാതൊരുവിധ ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാതിരുന്ന ചാണക്യസൂത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി മാറി. തണ്ടു ഫിലിംസ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. PM നായർ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മോഹൻ സിത്താരയായിരുന്നു. 94 ജൂണിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു തെലുങ്കിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ ഡബ്ബിംഗ് ആയി എത്തിയ ചിരഞ്ജീവി നായകനായ ഏയ് ഹീറോ. യാതൊരുവിധ മുൻവിധികളുമില്ലാതെ ജൂൺ 30 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കീഴടക്കുന്ന കാഴ്ചയാണ് 94 ജൂണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചിരഞ്ജീവിയുടെ ചടുലമായ നൃത്തരംഗങ്ങൾ കൊണ്ടും മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും ഏറെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത ഈ ചിത്രം ഖരാന മുഗുഡു എന്ന ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രത്തിന്റെ ഡബ്ബിംഗ് വെർഷനായിരുന്നു. നഗമയും വാണി വിശ്വനാഥും നായികമാരെ എത്തിയ ഈ ചിത്രം K. രാഘവേന്ദ്ര റാവു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കേരളത്തിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ഈ ചിത്രം ഭാവചിത്രയായിരുന്നു ഡബ്ബിംഗ് ചെയ്ത് കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ചത്. പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം നിരവധി തെലുങ്ക് ചിത്രങ്ങളാണ് മൊഴിമാറ്റം ചെയ്ത് കേരളക്കരയിൽ പ്രദർശിപ്പിച്ചത്. എന്നിരുന്നാലും ഈ ഹീറോ നേടിയ വിജയമൊന്നും മറ്റൊരു ചിത്രങ്ങൾക്കും നേടാൻ കഴിഞ്ഞിരുന്നില്ല. മരകതമണി സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ഈ ചിത്രത്തിന്റെ വിജയത്തിന് മികവേകി. ആകെ സമ്മറി നോക്കുമ്പോൾ 94 ജൂണിൽ പുറത്തിറങ്ങിയ 4 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചപ്പോൾ 2 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. ഇത്രയുമാണ് 94 ജൂണിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.